ജസീന മിസ് ആണ്. എടാ മക്കളെ, ദാ പിടിച്ചോ 4 മാർക്കിന്റെ കുറച്ച് ഷുവർ ക്വസ്റ്റ്യൻസ്. നമ്മൾ 1 മാർക്കിന് 2 മാർക്കിന്റെ ഓൾറെഡി ഇതവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ദെൻ അതിലേക്ക് ഇതേ 4 മാർക്കും കൂടി കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് 4 മാർക്കിന്റെ ചോദ്യങ്ങൾ നമുക്ക് വളരെ പെട്ടെന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ചട്പടി ചരിത്രകഥ ടിപ്പടി ലിഖിയ. നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിലെ ചട്പടിന്റെ ക്യാരക്ടർ സ്കെച്ച്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എഴുതാം, പക്ഷെ നമ്മൾ അത്രയും കാര്യങ്ങളൊന്നും എഴുതണ്ട, വേണ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രം എഴുതിയാൽ മതി. അപ്പൊ നോക്കണേ എങ്ങനെ എഴുതാൻ നോക്കിക്കേ. രമേശ് ഉപാധ്യായക്ക് കഹാനി. അപ്പൊ നമ്മള് ക്യാരക്ടർ സ്കെച്ച് തുടങ്ങുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ആ ക്യാരക്ടർ കഥാപാത്രം ഏത് ചാപ്റ്ററിലാണ് ഉള്ളത് ആ ചാപ്റ്ററിന്റെ പേരും ആ ചാപ്റ്റർ എഴുതിയ ആളുടെ പേരും മെൻഷൻ ചെയ്യണം കേട്ടോ. ഓക്കെ, രമേശ് ഉപാധ്യായക്ക് കഹാനി ചട്പट और नटखट का प्रमुख पात्र है चटपट. ओके, चटपट बड़ा था. चटपट വലിയ ആളായിരുന്നു, അതായത് ചേട്ടനായിരുന്നു. ചട്പट और नटखट, ചട്പട്ടും നട്ട്ഖട്ടും ഹമേശ എപ്പോഴും ഏക് സാത്ത് ഹി ഒരുമിച്ചാണ് സ്കൂളിലേക്ക് എന്താണ് ആത്തെ ജാത്തെ സ്കൂളിലേക്ക് പോകുന്നതും വരുന്നതും ഒക്കെ ഒരുമിച്ചായിരുന്നു. ചട്പട്ട് എന്താണ്? തേസ് ചൽത്താ താ, വേഗത്തിലാണ് നടന്നിരുന്നത്. നട്ട്ഖട്ട് ധീരെ ധീരെ, നട്ട്ഖട്ട് പതുക്കെയായിരുന്നു അല്ലെ. നട്ട്ഖട്ട് രാസ്തേ മേ ശരാരത് കർത്താ താ, നട്ട്ഖട്ട് വഴിയിൽ ഇങ്ങനെ കുസൃതികൾ കാണിക്കുന്ന സമയത്ത് വഹ് ഇസിസെ ബഹുത് പരേശാൻ താ, ഇത് വളരെ അധികം നമ്മുടെ ചട്പട്ടിനെ ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ടായിരുന്നു. വഹ് അപ്നി പരേശാനിയാണ്, അവിടെ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. ഓക്കെ, പരേശാനി മാം സെ പ്രകട് കർത്താ ഹെ. അപ്പൊ ആ ബുദ്ധിമുട്ട് അമ്മയോട് ആര് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു? ചട്പട്ട്. തോ മാം ഉസ്കോ ഹിദായത് ദേത്തി ഹെ. അപ്പൊ അമ്മ എങ്ങനെയാ മറുപടി കൊടുത്തത്, എങ്ങനെ ഉപദേശം കൊടുത്തത്? ബഡേ കോത്തോ, നീ വലിയ ആളല്ലേടാ. ചോട്ടക്ക ധ്യാൻ രഖ്നാ ഹി പടുത്താ ഹെ, വലിയ ആളുകളല്ലേ ചെറിയ ആളുകളെ നോക്കണ്ടേ എന്നായിരുന്നു അമ്മ മറുപടി കൊടുത്തത്. വഹ് മാം കി ബാത്തേം സെ, അമ്മയുടെ ബാത്തോം സെ വാക്കുകളെ സഹമത് ഹോത്താ ഹെ, അത് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു, അമ്മയുടെ വാക്ക് അനുസരിക്കാറുണ്ടായിരുന്നു. ഹമേശ എപ്പോഴും ചോട്ടാ ബായിക്കോ സാത്ത്, ചെറിയ അനിയന്റെ കൂടെ സാത്ത് ഒരുമിച്ച് എന്താടാ ലേക്കർ ഹി ആത്താ ജാത്താ ഹെ. അപ്പൊ അനിയന്റെ കൂടെ തന്നെയായിരുന്നു പോകുന്നതും വരുന്നതൊക്കെ ഒരുമിച്ചായിരുന്നു അവൻ കൊണ്ട് നടക്കാറ്. കഹാനിക്ക അന്തമേം, കഥയുടെ അവസാനത്തില് വഹ് നദിമേ കൂത് പട, അവൻ നദിയിലേക്ക് എടുത്തു ചാടിയിട്ട് നട്ട്ഖട്ട് കി ജാൻ ബച്ചായി, നട്ട്ഖട്ടിന്റെ ജീവൻ രക്ഷിച്ചു. ഇത്രയും കാര്യങ്ങൾ മതിയടാ നമ്മുടെ ചട്പട്ടിന്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ. സിമ്പിൾ അല്ലേ, 4 മാർക്ക് സെറ്റ് ആയില്ലേ. നെക്സ്റ്റ് ചോദ്യം നോക്കാം. സമാൻ ആശയ വാലി പങ്ക്തിയാ കവിത സെ ചുൻകർ ലിഖേ എന്ന ചോദ്യം വരും. ഏതാണ്? ബഹുത് ദിനോ കെ ബാദ് ആണ് കേട്ടോ. ബഹുത് ദിനോ കെ ബാദ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, കുറച്ച് വരികൾ തരും, കവിതയുടെ കുറച്ച് വരികൾ തന്നിട്ടുണ്ടാവും, നമ്മുടെ കവിതയിലെ വരികൾ തന്നിട്ടുണ്ടാവും. എന്നിട്ട് താഴെ എന്ത് ചെയ്യും, കുറച്ച് വരികൾ തരും. എന്നിട്ട് തന്ന വരിയും നമ്മുടെ കവിതയുടെ വരിയും തമ്മിൽ എന്താണ്, അവർ തമ്മിലൊരു ബന്ധമുണ്ട്, കണ്ടുപിടിക്കണം. ആരാണ് ആ ബന്ധത്തിലുള്ള ആൾക്കാരെ നമ്മൾ കണ്ടുപിടിച്ച് എഴുതാൻ വേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ കുറച്ച് എക്സാമ്പിൾ തന്നിട്ടുണ്ട്, നമുക്ക് അതുപോലെ ചെയ്ത് നോക്കാം. ഗേത്ത് സ്വർണ്ണവർണ്ണി ഫസലോം സെ സമൃദ്ധ ഹേ, ആ ഒരു വയല് നല്ല സ്വർണ്ണ നിറമുള്ള വിളകളാൽ എന്തായിരുന്നു, സമൃദ്ധ, അതായത് നിറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ നമുക്കറിയാം, നമുക്ക് തന്ന ഈ ഒരു വരിയിലെ ഏതെങ്കിലും ഒരു നമ്മുടെ കവിതയിലെ വരിയുമായിട്ട് ബന്ധം ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഈ ഫസൽ എന്ന് കണ്ട സമയത്ത് ഈ ഫസൽ എന്നുള്ളത് എവിടെയോ ഉണ്ടല്ലോ അല്ലെ, ഉണ്ടല്ലോ. ഏതാടാ? യെസ്, പക്കി സുൻഹലി ഫസലോം കി മുസ്കാൻ. ഈ രീതിയിൽ വേണം നിങ്ങൾ കണ്ടെത്താൻ. അപ്പൊ നമുക്ക് തന്ന വരിയിലെ ഏതെങ്കിലും ഒരു വേർഡും നമ്മുടെ കവിതയിലെ വേർഡും തമ്മിൽ ബന്ധം ഉണ്ടാവും. ചിലപ്പോൾ സെയിം വേർഡൊക്കെ ആയിരിക്കും, ആ രീതിയിൽ നിങ്ങൾക്ക് കണ്ടെത്താം. അടുത്തത്, ഗ്രാമീൺ ബാലായ മേഹനത്ത് കർത്തേ ഹുയെ മധുര ഗീത് ഗാത്തി ഹേ. ഗ്രാമീൺ ബാലായിലെ ഗ്രാമീൺ ബാലകന്മാർ എന്താണ്, മേഹനത്ത് കർത്തേ, അവര് വർക്ക് ചെയ്യുന്ന സമയത്ത്, അതായത് അധ്വാനിക്കുന്ന സമയത്ത് പാട്ട് പാടാറുണ്ടായിരുന്നു. സുഖല്ലേടാ. ധാൻ കാർത്തിക് ഈശ്വരിയാം കി കോകിൽ ഗണ്ടി താൻ, അല്ലെ, അതായത് ധാന്യങ്ങൾ കുത്തുന്ന അവരുടെ ആ ഒരു കുയിൽ നാദം. അടുത്തത്, തൻ മൻ കോ ഊർജ ദേനെ വാലി ഖുശ്ബു ഫൈൽ ജാത്തി ഹേ. സുഗന്ധം. ഏതാണ് സുഗന്ധം? യെസ്, മൽ സിരി കെ ടർ സെ താസെ ടട്കെ ഫൂൽ, ആ ഒരു ഇലഞ്ഞി പൂവിന്റെ സുഗന്ധം അല്ലെ. അടുത്തത്, ഗാവ് കി ഗലിയോं की सुनहली धूलि का एहसास हुआ. ഗാവ് കി ഗലിയാം, ഗലിയം എന്ന് കണ്ട തെരുവുകളുടെ ആ ഒരു പൊടി പടലങ്ങൾ, മണ്ണ് ഓർമ്മയില്ലേ? യെസ്, അപ്പൊ നമുക്ക് സെയിം ആയിട്ട് അങ്ങനെ തന്നെ തരുന്നുണ്ട്. അപ്പനി ഗം വൈ പഗഡണ്ടിക്ക് ചന്ദൻ വർണ്ണി ധൂല്. ഓക്കെ, അടുത്ത നോക്കണം. മൻ പസന്ത് ദേഹാത്തി ഖാന ചഖ്നെ കാ മൗക മില. ഖാന അല്ലേ? യെസ്, അപ്പൊ നമുക്ക് അറിയുന്ന കാര്യമാണ്. താൽ മഖാന ഖായ ഗന്നെ ചൂസെ ജീബർ. അപ്പൊ ഈ രീതിയിൽ ഈ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. സമാന ആശയവാലി ചോദിക്കും. അപ്പൊ നമുക്ക് 4
നാലെണ്ണം നമ്മൾ സെറ്റ് ആക്കിയില്ലേ. ദെൻ നെക്സ്റ്റ് നോക്കിക്കേടാ, ഫർഹാദ് അല്ലെ നമ്മുടെ ഘർ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. ഫർഹാദ് ബഡി ഖുഷ് ഹേ കി നയേ ഘർ മേ ഉൻകാ പരിവാർ ബഡ് രഹാ ഹേ ഓർ സബി ഖുഷ് ഹേ. അതായത് വീട്ടിൽ എന്താണ് എല്ലാവരും, അതായത് കുടുംബം വലുതായിട്ടുണ്ട്, എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. നയേ ഘർ കെ അനുഭവ് കെ ലേക്കർ ഫർഹാദ് കി ഡയറി തയ്യാർ കരെ. അപ്പോൾ പുതിയ വീട്ടിൽ വന്നു, ആ ഒരു ഡയറി തയ്യാറാക്കാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബോക്സ് വരയ്ക്കുന്നു, ഡേറ്റ് കൊടുക്കുന്നു. ദെൻ നമുക്ക് നോക്കാം അല്ലേ. ആജ് മേ ബഹുത് ഖുഷ് ഹൂം, ഞാൻ വളരെ ഹാപ്പിയാണ്. നയേ ഘർ മേ ടഹർനെ ആയാ ഹേ, അപ്പോൾ പുതിയ വീട്ടിലേക്ക് താമസം മാറി. വഹ് കിരായെ കാ ഘർ, ആ വാടക വീട് ബഹുത് തംഗ് മെഹ്സൂസ് ഹുവാ, വളരെ ഇടുങ്ങിയതായിരുന്നു. അബ് ഘർ ബഹുത് വിശാൽ ബൻ ഗയ, ഇപ്പോഴത്തെ വീട് വളരെ വിശാലമാണ്. സാരേ പ്രാണിയൊക്കെ മുഴുവൻ, അതായത് എല്ലാ പ്രാണികൾക്കും ഇതർ ഉദർ സ്വതന്ത്രത, അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാതന്ത്ര്യത്തോടു കൂടി വിഹാർ കർണേക്ക് ജഗഹ മിൽ ഗയി ഹേ, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സഞ്ചരിക്കാനുള്ള സ്ഥലം ഉണ്ട്. വേ സബ് ബഹുത് ഖുഷ് ഹേ, എല്ലാവരും വളരെ ഹാപ്പിയാണ്. മേനെ, ഞാൻ സപ്നേമേം സ്വപ്നത്തില് ദേക്കാക്കി കണ്ടു ചിപ്കലി പുറാനി മട്കിക്ക്, നമ്മുടെ പല്ലി പുറാനി മട്കി ഒരു പഴയ കലത്തിൻ്റെ അടുത്ത് പാസ് അടുത്ത് അണ്ടേ ദിയേ ഹേ, മുട്ടയിടുന്നത് ഞാൻ സ്വപ്നം കണ്ടു. കമറയ്ക്ക് പീച്ചെ ഗാലറിക്ക് കോനേമേം, നമ്മുടെ റൂമിൻ്റെ അവിടെ ആയിട്ട് ആ ഗാലറിയുടെ സൈഡിൽ എന്താടാ, യെസ് അവിടെ എന്തുണ്ട്, മക്കടീനെ ചിലന്തി ബഹുത്ത് ബഡാ ജാൽ ബനായ, പുതിയ വലിയൊരു ആ വല നെയ്തിട്ടുണ്ട്. ഉസ്മേ മാതില കുഷ് മക്കിയ സുഖായി ഹുയി ഹെ, കുറച്ച് ഈച്ചകളൊക്കെ കുടുങ്ങിയിട്ട് എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. സബേരെ മോർണിംഗ് ജബ് ചപ്പൽ പർ പയർ രഖാത്തോ, ഞാൻ ചെരുപ്പിടാൻ വേണ്ടി പോയ സമയത്ത് തേ നൻഹി മേണ്ടയ്ക്ക് 3 കുഞ്ഞു തവളകൾ ഉസ് പർ അതിന്മേൽ ഏക്ക് ദൂസരേ സെ സട്ടി ബൈട്ടി ഹെ, ഒന്ന് അതിൻ്റെ മേലെ ഇങ്ങനെ കൂടിയിരിക്കുന്നുണ്ട്. മേനെ, ഞാൻ ചപ്പൽക്കോ ആഹിസ്തേ സെ ഉഠായ, ഞങ്ങളുടെ പുറത്തേക്ക് എന്താ ചപ്പൽ ഇങ്ങനെ അനങ്ങാതെ ചെരുപ്പൽ ഇട്ടിട്ട് തീൻ മേണ്ടക്കിയോക്ക് ഹത്തേലി പർ ലേലിയ, 3 തവളകളെ ഞാൻ എൻ്റെ കൈവെള്ളയിൽ എടുത്തിട്ട് ഹരേ ഫൂൽക്ക്, അത് അവയെ എന്താ തോന്നുന്നത്, ഹരേ ഫൂൽ പച്ചപ്പൂവിൻ്റെ ഗുഡിയാം ജൈസേ ലഗ്രഹിതി, ഇതളുകൾ പോലെയാണ് എനിക്ക് തോന്നിയത്, മുട്ടുകൾ പോലെയാണ് എനിക്ക് തോന്നിയത്. പുരി വസുധ മേരെ പരിവാർ ഹേ, ഈ ലോകം മുഴുവൻ എന്താണ്, ഈ ലോകം എൻ്റെ കുടുംബമാണ്. ഹം ഖുഷി സേ ഇസ് ഘർ മേ ജിയേംഗെ, ഞങ്ങൾ സന്തോഷത്തോടു കൂടി ഈ വീട്ടിൽ താമസിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ 4 മാർക്കിൻ്റെ ഈ ഒരു ഡയറി സെറ്റാണ്. അടുത്ത ചോദ്യം നോക്കിക്കേടാ, ജോഡിയെ മാച്ച് ദ ഫോളോയിങ്, ഇവരങ്ങ് നമ്മൾ ഇവർ രണ്ടുപേരും തെറ്റിപ്പിരിഞ്ഞ് നിൽക്കുകയാണ്, അവർ നമ്മളങ്ങ് യോജിപ്പിക്കണം. യെസ്, ഫൂൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്പർ ഇടാം. ഓക്കെ, അപ്പോൾ തിത്തിലി അല്ലേ, തിത്തിലി ആരാണ്, പൂമ്പാറ്റയാണ്. പൂമ്പാറ്റയ്ക്ക് ആരെയാണ് വേണ്ടത്, യെസ് കോമൽ സ്പർശി അല്ലേ, മൃദുലമായിട്ടുള്ള സ്പർശനമാണ് വേണ്ടത്. മധുമഖി തേനീച്ചയാണ്, തേനീച്ചയ്ക്ക് എന്ത് വേണം, വേണ്ടത് കൊടുക്കടാ, രസ് ചാഹിയെ, തേനാണ് വേണ്ടത്. അടുത്തത് പത്നിക്ക് എന്താ വേണ്ടത്, വേണിക്കേലിയെ ഫൂൽ ചാഹിയെ, പൂ കെട്ടാൻ അല്ലേ, ആ പൂജയ്ക്ക് വേണ്ടിയിട്ട് എന്ത് വേണം, പൂ വേണം. അടുത്തത് ബച്ചോക്കോ, കുട്ടികൾക്ക് എന്ത് വേണം, ഫൂലോക്കി പെഹച്ചാൻ കേലിയെ, പൂക്കളെ തിരിച്ചറിയാൻ വേണ്ടി ഫൂൽ ചാഹിയെ, ഫൂൾ വേണം അല്ലേ, അതായത് പൂക്കളെ തിരിച്ചറിയാൻ പൂക്കൾ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ അല്ലേ. യെസ്, അപ്പോൾ എന്താണ് 4 മാർക്കിൻ്റെ കുറച്ച് ഷുവർ ക്വസ്റ്റ്യൻസ് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്, 1ഉം 2ഉം നമ്മൾ ഓൾറെഡി സെറ്റ് ആക്കിയിട്ടുണ്ട്. സോ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടേ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഇവിടെ കിട്ടും. ദെൻ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ ഹെൽപ്ഫുൾ ആയിട്ട് വീഡിയോസ് ആയിട്ട് മിസ് വീണ്ടും വരും. അപ്പോൾ